മദ്രാസിലുള്ള ഒരുപാട് സിനിമകളിൽ പ്രേമ രംഗങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൊരു നായകനുണ്ട്, ശങ്കർ. അതെ, അദ്ദേഹം അശോകനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റിൻ്റെ കൂടെ നമുക്കൊന്ന് കാണാം. ഹലോ അശോകൻ, ഹൗ ആർ യു? ഒരുപാട് സിനിമകളിലൊന്നും ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ലെങ്കിലും നമ്മൾ നല്ല ഫാമിലി ഫ്രണ്ട്സായിരുന്നു. അശോകൻ്റെ ബ്രദർ പ്രസന്നൻ, പിന്നെ മണി, അങ്ങനെ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അശോകൻ ഓർമ്മയുണ്ട് നമ്മുടെ ഒരു ബഹ്റിൻ ട്രിപ്പ്? അത് ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഒരു ഫോറിൻ ട്രിപ്പാണ്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം, അല്ല അതിന് മുമ്പേ ഞാൻ ഫോറിനിൽ പോയിട്ടില്ല. ആദ്യത്തെ എൻ്റെ ഒരു ഫോറിൻ ട്രിപ്പാണ്. ഒരു ടെൻസ്ഡായിട്ട് ഞാൻ എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഒരു പാട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ശരൽക്കാല സന്ധ്യ. പക്ഷെ എനിക്ക് വരാൻ പറ്റുമോ ലാസ്റ്റ് മൊമെൻറ്റിൽ, ആ പാട്ട് തീർന്നിട്ടില്ലായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ ആ പാട്ട് തീർത്ത് ഫൈനലി നമ്മൾ ബഹ്റിനിൽ പോയി തിരിച്ചു വന്നു. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ്, അതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ സീൻ നമ്പർ 7 എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുകയും ഒക്കെ ഉണ്ടായി. ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മൾ തുടങ്ങുന്ന ആ ഒരു ട്രിപ്പിൽ നിന്നാണ് നമ്മൾ നല്ല ഫാമിലി ഫ്രണ്ട്സ് ആവുന്നത്. ഏതായാലും ഈ ഒരു അശോകൻ്റെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ശങ്കർ പറഞ്ഞ ഒരു മദ്രാസിൽ അല്ലേ, അത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കിയ സാധനമാണ്. ശങ്കറിനെ ഒരിക്കലും ഈ മറ്റേ മണി സാറിൻ്റെ ഒരു പടം നടന്നുകൊണ്ടിരിക്കുന്നു, എങ്ങനെ നീ മറക്കും. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് പുള്ളി പൊക്കിക്കൊണ്ട് പോകണം. അപ്പോൾ 2-3 ദിവസം എനിക്ക് ഗ്യാപ്പ് ഉണ്ടെന്ന് ശങ്കർ പറഞ്ഞു. ശങ്കർ ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു. അങ്ങനെ സ്റ്റേജിൻ്റെ പുറകെ ഞാനും ബ്രദറും, ഇപ്പോൾ ഒന്ന് രണ്ടാമത് എന്നെ പ്രസന്നൻ ബ്രദറായിട്ട് വന്നിട്ട് ജയതിച്ചേട്ടനുണ്ട് പുറകിൽ നിന്ന്. പുള്ളി ആ സോങ് കഴിഞ്ഞിട്ട് അന്ന് അത്രയേ ഉള്ളൂ, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് അന്നാണ് ഫിക്സ് ചെയ്യുന്നത്, വരാൻ പറ്റത്തില്ലെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് പറഞ്ഞു 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അതേ ഡ്രസ്സിൽ കൊണ്ടുപോയി ഹോട്ടലിൽ ഡ്രസ്സ് മാറിയിട്ട് കൊണ്ടുപോയത് എയർപോർട്ടിലേക്ക്. പ്രൊഡ്യൂസർ അറിഞ്ഞിട്ടില്ല, പിന്നീടൊക്കെ അറിഞ്ഞ് കാണുമായിരിക്കും. ഇനി ചെന്നൈയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവരൊക്കെ അശോകനെ കുറിച്ച് സംസാരിച്ച ക്ലിപ്പ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം കൂടി കണക്റ്റഡ്. ഇവരൊക്കെ മദ്രാസ് സുഹൃത്തുക്കളാണല്ലോ. അതെ അതെ അതെ. അപ്പോൾ ആ സുഹൃത്തുക്കൾ സംസാരിക്കുന്നത് കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അശോകൻ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം വളരെ നല്ലൊരു വ്യക്തിയാണ്. ഇതുവരെയും ദേഷ്യപ്പെട്ട ഒരു പ്രാവശ്യം പോലും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരൻ്റെ ചിരി, ഇറ്റ് ഈസ് വെരി ഇൻഫെക്റ്റീവ്. ചിരിച്ചാൽ വളരെ ഇൻഫെക്റ്റീവാണ്. നമുക്ക് പുള്ളിക്കാരൻ വന്ന് ചിരിച്ചാൽ നമ്മളെ മയക്കെടുത്ത് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രകൃതിയിരിക്കുന്ന ചിരിയാണ് ആശാൻ്റെ. അശോകനെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് പരിചയപ്പെട്ടതാണ്. എൻ്റെ ക്ലിനിക്കിൽ വന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സുഹൃത്തായിട്ടുള്ള ഒരാളാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ 5 വർഷമായിട്ട് ഞങ്ങൾ വളരെ ആത്മബന്ധത്തിലാണ്. എൻ്റെ ഒരു വളരെ ഉറ്റ സുഹൃത്തായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം അതുപോലെ തന്നെയാണ്. വളരെ സിമ്പിളായൊരു മനുഷ്യനാണ്. ഒരു സിനിമാ നടൻ്റെ ജാടയോ അതുമില്ലാത്ത വളരെ സിമ്പിളായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്പ് മൂപ്പര് വളരെ ചൂസ് ചെയ്യാണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സിന് ചൂസ് ചെയ്യുന്നതിൽ ഞാനുമായിട്ടൊരു 2.5 വർഷത്തോളമുള്ള പരിചയമുള്ളൂ ശരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സുഹൃത്തുക്കളെക്കുറിച്ച് നമുക്കൊരു സങ്കല്പം കാണുമല്ലോ. അപ്പോൾ നമ്മളെവിടെയോ എപ്പോഴോ മുമ്പ് കണ്ടുമുട്ടേണ്ടിയിരുന്ന ഒരു സുഹൃത്തായിരുന്നു അശോകൻ. അത്രയും ഒരു മാനസികമായിട്ടുള്ളൊരു അടുപ്പാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്രയും സൗഹൃദം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അതും സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമയ്ക്ക് പുറത്തൊരു സൗഹൃദം ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ ഞാൻ അശോകനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഏതായാലും എല്ലാവർക്കും വളരെ സന്തോഷം ഈ പരിപാടിയിൽ വന്നത്. ഓക്കെ, നന്ദി ഞങ്ങളൊക്കെ വിളിച്ചതിന്. സുജാതയോടും അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു.